ഇക്കാലത്ത് ഞങ്ങളൊരു കോമഡിയാണെന്നറിയാം, പക്ഷേ നിങ്ങൾ ചിരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഈ ഡേറ്റിനൊക്കെ പോകുന്ന സമയത്ത് മിനിമം കാൽവിൻ ക്ലൈനോ അല്ലെങ്കിൽ ജോക്കി ഒക്കെ ഇടണം. അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനിൽ ആ പെണ്ണ് മനസ്സിലാവും നീ ഒരു ഗതിയില്ലാത്തവനാണ്. ഈ ഓൺലൈൻ ഡേറ്റിംഗ് ഒന്നും അത്ര സേഫ് അല്ല. പുള്ളി ഇതുപോലെ ഫേസ്ബുക്ക് വഴി ഒരു പെൺകുട്ടിയെ പരിചയം, എന്നിട്ട് ഡേറ്റിങ്ങിന് പോയി. ബ്ലോക്ക് ഇവിടെ ഇല്ല. ആരോട് ചോദിച്ചിട്ടാടാ നീ എന്റെ ഷഡ്ഡി കിടന്ന ക്ലിപ്പ് എടുത്ത് മാറ്റിയേ? അത് പറഞ്ഞ് ചെളി പോയി വീണ്. ചേട്ടൻ വേണേ ഒരു കാര്യം ചെയ്തോ, എന്റെ ഷഡ്ഡി എടുത്തോ. എന്റെ ഷെൽഫില് പുതിയ ഒരെണ്ണമുണ്ട്, ഒരു ജോക്കി. നമുക്കൊരു കോഫി അടിക്കാൻ പോയാലും നമുക്ക് പുറത്തു പോയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാം. ഷർട്ട് നന്നായിട്ടുണ്ട്. ഹലോ ആദി, നമ്മൾ തമ്മിൽ വർക്കൗട്ട് ആവും തോന്നുന്നില്ല. ലെറ്റ്സ് എൻഡ് ദിസ്. സ്നേഹ, അത് ഹലോ ഹലോ ഹോസ്റ്റലിലെത്തിയ ഫുഡ് കഴിച്ച ഐ മിസ് യു. ഈ പെൺപിള്ളേർക്ക് എന്തോ പറ്റി? വിളിച്ചേക്കാം. ജോക്കി ഇതെന്തോന്ന് ചുട്ടിയുടെ ടാഗാ? ആരാ? ഇതല്ലേ പ്രതാപവർമ്മയുടെ വീട്? ഓ, എവിടെന്നാ? കണ്ണൂരിന്നാ. എവിടുന്നാ? കണ്ണൂരിന്ന്. കണ്ണൂരെന്ന് പറയുമ്പം വിലാസിനിയുടെയോ അതോ തങ്കത്തിന്റെയോ? വിലാസിനിയുടെ മോനാ. തലശ്ശേരി. എന്താ ഇത്ര വൈകിയേ? 4 മാസം മുന്നാ അച്ഛൻ പോയത്. കൂടെ അമ്മയും കിടപ്പിലായി. അപ്പോഴാണ് അമ്മ ഈ കാര്യം പറഞ്ഞത്. മോനെ, നീ ആ ഡ്രോവറിൽ നിന്ന് കുറച്ച് കാശ് എടുത്തു കൊടുത്തേ. കൊള്ളക്കളവൻ. കൊണ്ടുപോയി ആഘോഷിക്കും. കേട്ടുള്ളൂ. പൈസ മൊത്തം തീർന്നു. നാടിനുള്ള സമ്പന്നമായി നടന്നാൽ പോരാ, എല്ലാവർക്കും വാക്ക് കൊടുത്തിട്ട് വന്നേക്കാണ്. പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇവിടെ പിന്നെ അങ്ങ് ഇരിക്കുകയാണല്ലോ. ഇനി ഈ വീടും കൂടെ ഉള്ളൂ. അതോർത്ത് നീ ഒട്ടും പേടിക്കണ്ട മോനെ. ഈ വീടില്ലേ, അത് പണ്ടേ പണയത്തില്ല. ഇതും പോയി. പോയി. കള്ളക്കളമ ചാവയില്ലല്ലോ. മോനെ, നീ വിഷമിക്കണ്ട. ഞാൻ മറ്റാർക്കും കൊടുക്കാത്തൊരു സാധനമുണ്ട്. അത് ഞാൻ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പണ്ട് സാധനം കൊടുത്താണ് തായി ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കും. മോനെ, നീ പോയ കബോർഡിന്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന ആ ചെല്ലും ഇങ്ങ് എടുത്തോണ്ട് പോവാ. ഇനി അതെന്ത് സാധനമാണാവോ? ഇത് ജോക്കി തന്നെയാണോടെ? അതാ വല്ല ചാത്തൻ സാധനം. ഇനി ഡയമണ്ട് ആണ്. അതിനൊന്നും നോക്കും. ഇതിനിപ്പോ എത്ര കിട്ടും? ഇത് വിൽക്കാനുള്ളതല്ല, പിന്നെ തൂക്കിട്ട് കൊടുക്കാനാ? അതെ. ഇറങ്ങിയ വേറെ റെഡിയാവ്. ജംഗ്ഷനിൽ മറ്റേ പുതിയ മന്തിക്കട തുടങ്ങിയിട്ടുണ്ട്, പോയോക്കാം. പോകാം. അല്ല, ഇതായിരുന്നു നീ ആ കടയിലെ വെയിറ്ററിനെ കൂടെ വിളിച്ചിട്ട് വന്ന? ഇതാ സ്ലാം, എനിക്കതാ കണ്ണുകൂടി.
എടാ അവനല്ല ഇവൻ. പ്രഭു നാം ദിഗംബരൻ. ദിഗംബരനാ? ദിഗംബരനാ? ഏത് ദിഗംബരൻ? ഇവനെന്താ ഈ പറയുന്നത്? എന്താടാ? ഇവിടെ നിന്നാൽ അങ്ങയെ എല്ലാവരും വിഡ്ഢിയാക്കും. വരൂ നമുക്ക് പോകാം. എടാ ചെറുക്ക, എടാ വിടാൻ പറടാ. എടാ കൈ വിടറാ ദിഗംബരൻ. എടാ വിടറാ. പെമ്പിള്ളാരൊന്ന് സംസാരിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ വട്ടാവുക? വിടറാ. ഇത് മറ്റേതാ, ഏത് ഹോളോസ്കോപ്പ്. ഹൊളസ്കോപ്പാ? ആ ഹലൂസിനേഷൻ ആണോ നീ ഉദ്ദേശിച്ചേ? അതന്നെ. പ്രഭു ഞാൻ ഈ യന്ത്രത്തിന്റെ കാവൽക്കാരനായ ഭൂതം ദിഗംബരൻ. യന്ത്രമാ? ഏത് യന്ത്രം? ഇത് ജെട്ടിയുടെ ടാഗല്ലേ? നിനക്കറിയാലോ, നമ്മുടെ പൂർവികരെല്ലാം നമ്മളെ പോലെ തന്നെ തനി പഴങ്ങളായിരുന്നു. പണ്ട് പാണ്ഡ്യ രാജവംശത്തിന്റെ കീഴിലുള്ള പെരിയാപുരം എന്ന രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു കേശവവർമ്മ. അന്നത്തെ പ്രധാന സ്വയംവരമായിരുന്നു സീതയുടെ സ്വയംവരം. പുള്ളി സീതയുടെ സ്വയംവരത്തിൽ പങ്കെടുത്തു. ഒരു വില്ല് കൊലയ്ക്കാനാവാതെ സൗബീനത്തിൽ മുള്ളിയാണ് തിരിച്ചു പോകുന്നത്. അങ്ങനെ അവസാനം രാമൻ വില്ല് കൊലച്ച് സീതയെ കെട്ടി. പിന്നെ മറ്റൊരു രാജാവുണ്ടായിരുന്നു ശങ്കരവർമ്മ. പുള്ളി പങ്കെടുത്തത് കുന്തിയുടെ സ്വയംവരത്തിനായിരുന്നു. അവിടെ പിന്നെ ഈ വില്ല് കൊലയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു ബുദ്ധിപരമായ ക്യുസ്സായിരുന്നു നടന്നത്. പുള്ളി പിന്നെ പണ്ടേ ഈ ഇന്റലക്ച്വൽ കാര്യങ്ങളിലൊക്കെ കുറച്ച് വീക്ക് ആയതുകൊണ്ട് എന്തോ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ശരി ഉത്തരം പറഞ്ഞ പാണ്ഡു കുന്തിയെ കല്യാണം കഴിച്ചു. അങ്ങനെ അവിടെ അടപടലം മൂഞ്ചി. ഇനി അടുത്ത രാജാവ് ഗോപാലവർമ്മ. പുള്ളി പാഞ്ചാലിയുടെ സ്വയംവരത്തിന് പോയി. അത് പിന്നെ പറയണ്ടല്ലോ, വില്ല് കൊലക്കാൻ അറിയാത്ത ടീംസാണ്. വെള്ളത്തിലെ റിഫ്ലക്ഷൻ നോക്കി ആകാശത്തുള്ള മീനിന്റെ കണ്ണില് അമ്പ് വിടാൻ പോണം. ഇത് കേട്ടപ്പോഴേ പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതൊക്കെ നമുക്കറിയാവുന്ന കഥകൾ. അങ്ങനെ എത്രയെത്ര സ്വയംവരങ്ങൾ. അങ്ങനെ നൂറ്റാണ്ടുകളോളം നമ്മുടെ പൂർവികർക്ക് രാജകുമാരിമാരെ വിവാഹം കഴിക്കാൻ പറ്റാതെ ദാസിമാരിലൂടെയാണ് നമ്മുടെ തലമുറ നിലനിന്നു പോയത്. അങ്ങനെ അവസാനം മറ്റൊരു രാജാവായ പുഷ്പരാജവർമ്മ ഇതിനൊരു ഒടുക്കം വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ രാജ്യത്തുണ്ടായിരുന്ന 12 പ്രമുഖ ഋഷിമാരെ വിളിച്ചു വരുത്തി വശീകരണ മന്ത്രം ആവാഹിച്ച് ഒരു വജ്ര പതക്കം നിർമ്മിച്ചു. അതാണ് മോനെ നിന്റെ കയ്യിലിരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ പന്ന ഭാര്യ രാത്രി ഞാൻ ദേവകിയുടെ വീട്ടിൽ പോയ കാര്യം രാജാവിനോട് എഴുന്നള്ളിക്കാൻ എത്തിയത്. ഇത് കേട്ട ദുർവാസാവ് പരമ ചെറ്റ. അപ്പോ തന്നെ എന്നെ ഈ യന്ത്രത്തിന്റെ കാവൽക്കാരനായ ഭൂതമാക്കി മാറ്റി. നൂറ്റാണ്ടുകളായി ഞാൻ ഈ യന്ത്രത്തിന്റെ യജമാനന്മാർക്ക് മാർഗദർശനം നൽകി മോക്ഷം കിട്ടാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പോ ഇനി മോക്ഷം എങ്ങനെ കിട്ടും? അത് ഞാൻ പറയില്ല. അത് പറഞ്ഞാൽ എനിക്കിനി ഒരിക്കലും മോക്ഷം കിട്ടില്ല. അത് സ്വാഭാവികമായി സംഭവിക്കണം. പക്ഷേ എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോടേ? പിന്നല്ലാതെ. അപ്പോ ഇനി ഞാൻ ആരെ നോക്കിയാലും വളയുന്ന പറയുന്ന? അതെ പ്രഭു, ഇനി എല്ലാ പെമ്പിള്ളേരും അങ്ങിലേക്ക് ആകർഷിക്കപ്പെടൂ. തന്നെ? അതേന്ന്. I am thrilled. ഇവന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഇത് ധരിക്കുമ്പോൾ ശരീരത്തോട് ചേർന്ന് ധരിച്ചാൽ മാത്രമേ ഇതിന്റെ ശക്തി പ്രകടമാവൂ. മാത്രമല്ല, ഇത് ധരിച്ചിരിക്കുന്നത് വേറെ ആരും കാണാൻ പാടില്ല. കടിയാടാ. എടാ എന്നെ മറ്റേ നീല ടീഷർട്ട് കണ്ടാ? ഞാൻ കണ്ടില്ല. ആ ലവനൊരു നീല ടീഷർട്ട് ഇട്ടുണ്ടാ പോയെ. ആര്? I like that with the chemistry, yeah. And when you bite back, we can remedy that. I'm into energy and telling the facts. Tenderize my tendencies, up ribs, they better be back. So relax, I'm on the track, this right is my home. I never ask, so you feel my tone. You've been alone, oh no. You go again.
നിന്റെ ടീഷർട്ടല്ല അത് പുതിയത്? ശരിയാണല്ലോ, എന്റെ ടീഷർട്ടാണോ അത്? I like that with the chemistry, yeah. And when you bite back, we can remedy that. I'm into energy and telling the facts. Tenderize my tendencies. Ribs, they better be back. So relax, I'm on the track. This right is my home. I never ask, so you feel my tone. You been alone, oh no. Here we go again. And you said that we were only friends. സത്യം പറ, എന്താന്ന് എന്റെ ഉദ്ദേശം? സമ്മതിക്കുന്നടാ ഇതൊക്കെ. ഞാൻ ട്രൈ ചെയ്തടാ. എന്റെ ട്രൈയില് അവളുമാരൊക്കെ പിന്നല്ല. ഷിൽസ കോഫി. എന്നാലേ ഞാൻ കോഫി കുടിച്ചിട്ട് വരട്ടെ. ഏത് കോഫി വേണം? ക്യാപ്പച്ചിനോ കുടിച്ചാലോ ഇന്ന്? ഇന്നലെ കഴിച്ചോ? നമുക്കൊരു ബീച്ചിന് പോയാലോ? പിന്നെന്താ, പോകാലോ. ബാ, എവിടെ പോണം? നമുക്ക് താജിൽ പോയാലോ? ക്യാപ്ച്ചിനോ കുടിക്കാനായിട്ട്. ഓ, എടേറ്റാവോ? ഏയ്, കോഫി ആയിട്ട്. ഞാൻ പോണു. എടാ മോനെ, നീ ചെക്കനെ കണ്ട? പഴയ പോലെല്ലട്ടാ, ചെക്കനാകെ മാറി. പണ്ടൊരു പെൺകുട്ടി അടുത്ത് വരുമ്പോ നിന്ന് പതറിഞ്ഞോനാ. ഓനക്ക് ഇപ്പൊ തൊള്ള കൂട്ടാൻ നേരല്ല. എന്റെ ചിഞ്ചു അത്. ഓ, അവളും പോയി. അളിയാ, ഇതിങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്തേലും ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യാൻ? എന്റെ ക്രഷ് മൂഞ്ചി. അങ്ങനെയല്ല, ഒരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരുത്തിയായിട്ട് അവനെ സെറ്റാക്കണം. ബെസ്റ്റ് വഴി. നീ വിചാരിക്കണ പോലല്ല. ഏതെങ്കിലും ഒരുത്തിയായിട്ട് അവൻ സെറ്റായി എന്ന് വെക്കാം. അപ്പൊ സ്വാഭാവികമായി അവനൊരു പെൺകുട്ടിയിലേക്ക് മാത്രം ചുരുക്കും. അപ്പൊ ബാക്കിയുള്ള പെമ്പിളേര് സീൻ ഔട്ടാവൂലേ? നമുക്കതല്ലേ വേണ്ടത്. പിന്നെ ആദ്യമായിട്ട് റിലേഷൻഷിപ്പിൽ കയറുന്ന ഒരുത്തനാണെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. പിന്നെ പതിയെ പതിയെ അത് ടോക്സിക് ആവും. സ്വാഭാവികമായി അത് പൊട്ടും. ഐഡിയ പിടി. അതല്ല ഇതിന്നൊന്നെടുത്ത്. ഏതാ? 9. ഓ, 9. നല്ല അടിപൊളി നമ്പർ. ഇതെന്തായാലും എനിക്ക് വയ്യ. അത് തിരക്കിട്ടില്ല. അപ്പൊ ഓനക്കൊരു ലൈന് സെറ്റ് ആക്കണം. അപ്പൊ നമുക്ക് ആ പ്ലാന് സെറ്റ് ആക്കാം. ഓർത്തിരിക്കും ഒരു സുന്ദരി പെണ്ണു നീ ഹൃദയം. എന്താ മോനെ, നല്ല സന്തോഷത്തിലാണല്ലോ. ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയില്ലടാ. കളറാകെ മാറി. നേരത്തേക്ക് ഓരോന്ന് ആലോചിച്ച് കോളേജിൽ പോകാൻ ഒരു മൂഡില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ ഒരു പ്രത്യേക ആവേശ. ഇയാള് പറയുന്ന കേട്ടാ തോന്നി ഏതൊരു പെണ്ണ് സെറ്റായിരുന്നു. അങ്ങനെയൊന്നും നടന്നിട്ടൊന്നുമില്ലല്ലോ. ബെസ്റ്റ്. ഇപ്പൊ ചേട്ടൻ അങ്ങനൊരു പ്ലാൻ ഒന്നും ഇല്ലേ? എടാ ഷിൽസ, നീ പറന്നു കിടക്കുന്ന പരിപാടിയൊക്കെ നിർത്തണം. നീ ഒരുമാതിരി കോഴിക്കളിയാ കളിക്കുന്ന എല്ലാരും പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പൊ അത് പരക്കുന്നതിന്റെ മുന്നേ നീ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സെറ്റാ കളിയാ. കയ്യിൽ കുറെ എണ്ണം ഉണ്ടല്ലോ, അതിലെങ്കിലും ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യ്. എന്നിട്ട് നീ അവളെ വളയ്ക്കണം. അളിയാ, നീ ആലോചിച്ച് നോക്കിയേ, ഒരു റിലേഷൻ ആയ പിന്നെ ലൈഫ് അങ്ങോട്ട് സെറ്റ് അല്ലേ? നിനക്ക് എന്നും കോളേജിൽ പോകാൻ ഒരു ഊർജ്ജം ഇല്ലേ ഇപ്പൊ? അത് ഡെയിലി ഇങ്ങനെ വർദ്ധിച്ചു വരും. പിന്നെ നീ ആലോചിച്ച് നോക്കിയേ, നീ കഷ്ടപ്പെട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സെറ്റ് ചെയ്യും. എന്നിട്ട് നീ അവളെ വളയ്ക്കുന്നു. പിന്നെ നീ അവളെ പ്രേമിച്ച് അങ്ങനെ അവസാനം അവള് വേറെ തണ്ടപ്പം പോകും. ഇവനെ കൊണ്ട് ഷാദിനെ അസ്ലമെ പന്നി വിളിച്ചോണ്ട് പോയ എണീറ്റ് പോയാ ഞാൻ പോകും. ഫ്ലോളായിട്ട് നമ്മളവിടെ നിർത്തിയേ പ്രേമിക്കുന്നു. അങ്ങനെ നീ പ്രേമിച്ച് വളച്ച് അവളെ കല്യാണം കഴിച്ച് പിന്നെ കല്യാണത്തിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് അത് വേണ്ട, സർട്ടിഫിക്കറ്റാ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
എടാ നിങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കൂലേ? അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോ രാവിലെ നീ എഴുന്നേൽക്കുമ്പോ തന്നെ നിനക്ക് ബെഡ് കോഫി ആയിട്ട് അവൾ അങ്ങനെ നിന്റെ അടുത്ത് വരും. നീ ആലോചിക്കേ അളിയാ, അതല്ലടാ ലൈഫ്, അതാണ്ടാ ജീവിതം. വേറെ എന്ത് വേണം? സൂപ്പറല്ലേ? അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് വെച്ചാ ഒരു കുട്ടിയെ, ഏറ്റവും ഇഷ്ടമുള്ള കുട്ടിയെ നീ സെലക്ട് ചെയ്യണം, ബാക്കിയൊക്കെ റിജക്ട് ചെയ്യണം. എടാ എടാ കണ്ടോടാ, ഓ എന്റെ അളിയാ, നീ അതിന്റെ ട്രൂ ഫ്രണ്ട്. ഇരിക്കുന്നു 3-4 വെറുതെ. അപ്പൊ ഇനി നമുക്ക് ഒരുത്തിയെ സെറ്റ് ചെയ്യണം, ബാക്കി എല്ലാത്തിനെയും റിജക്ട് ചെയ്യണം.